നാട്ടുനടപ്പനുസരിച്ച് പൊതുവെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിന് ആരാണ് അവകാശികൾ? മക്കളാണല്ലേ. പല വീടുകളിലും മക്കൾക്ക് പ്രായപൂർത്തിയായാൽ കുടുംബസ്വത്ത് വീതം വയ്ക്കുന്നതാണ് രീതി. എന്നാൽ വീട്ടിൽ തലതെറിച്ച പിള്ളേരുണ്ടെങ്കിൽ പണവും സ്വത്തുമെല്ലാം കൈകാര്യം ചെയ്യുന്നത് മാതാപിതാക്കൾ തന്നെയായിരിക്കും. പക്ഷെ പല കുടുംബങ്ങളിലും വസ്തുവിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മക്കളുണ്ട്. ചിലർ വിവാഹം കഴിഞ്ഞ ശേഷം സ്വത്ത് വേണമെന്ന് ആവശ്യപ്പെടും. എറണാകുളം അയ്യപ്പൻകാവിലെ അഭിജിത്ത് എന്ന 31കാരൻ കല്യാണത്തിന് മുൻപേ തൻ്റെ വീതം ചോദിച്ചു. കാമുകിയുമായുള്ള വിവാഹത്തെ വീട്ടുകാർ എതിർത്തോടെ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതോടെ അവരുടെ വീട്ടിൽ വഴക്കും ബഹളവും പതിവായി. ഒടുവിൽ വല്യച്ഛന് നേരെയുള്ള വധശ്രമവും അമ്മയ്ക്ക് നേരെയുള്ള ആക്രമണവും. ഇതോടൊപ്പം കൊല്ലം പുനലൂരിൽ 6ാം ക്ലാസ്സുകാരൻ്റെ മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എറണാകുളം അയ്യപ്പൻകാവിൽ ഏതാനും നാളുകൾക്ക് മുൻപ് വരെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. സഹോദരങ്ങളും കുടുംബവുമെല്ലാം അടുത്തടുത്ത വീടുകളിൽ താമസം. സാമാന്യം സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടുകാർ. ഈ കുടുംബം നടത്തുന്ന വനിതാ ഹോസ്റ്റലിൽ താമസക്കാരിയായി ഒരു യുവതി എത്തിയതിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഇവരുടെ മകൻ അഭിജിത്തും ആ യുവതിയും തമ്മിൽ പ്രണയത്തിലാകുന്നു. ആദ്യമൊക്കെ വീട്ടുകാർക്കും താല്പര്യമായിരുന്നു. പിന്നീടാണ് യുവതി നേരത്തെ വിവാഹം കഴിച്ചതാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും അറിയുന്നത്. അതോടെ ബന്ധത്തെ മാതാപിതാക്കളെ എതിർത്തു. പിന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായി. വിവാഹം നടത്താൻ സമ്മതിക്കില്ലെന്ന് അറിയിച്ച വല്യച്ഛനെ അഭിജിത്ത് വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ നോക്കി. കേസിൽ യുവാവ് അറസ്റ്റിലായതോടെയാണ് ഇയാളുടെ പരാക്രമത്തിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത്. അമ്മയെ അഭിജിത്ത് മർദ്ദിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. യുവതിയെ വിവാഹം കഴിക്കുവാൻ അഭിജിത്തിനെ കുടുംബം വിലക്കിയതാണ് ക്രൂരതയ്ക്ക് കാരണം. വല്യച്ഛനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അയ്യപ്പൻകാവ് സ്വദേശിയായ 32കാരൻ അഭിജിത്ത് പ്രസാദിനെ ഇന്നലെയാണ് എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹം വിലക്കിയ അമ്മയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ഈ മാസം 21-ന് വീട്ടിലായിരുന്നു മർദ്ദനം. കുടുംബം നടത്തുന്ന വനിതാ ഹോസ്റ്റലിലെ താമസക്കാരിയായ മൂവാറ്റുപുഴ സ്വദേശിനി ജിനിയുമായാണ് അഭിജിത്ത് പ്രണയത്തിലായത്. ഒടുവിൽ ജിനിയെ വിവാഹം കഴിക്കണമെന്ന് കുടുംബത്തോട് പറഞ്ഞു. ആദ്യം എതിർത്തെങ്കിലും കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹത്തിന് കുടുംബം സമ്മതിച്ചു. വിവാഹശേഷം വടുതലയിലെ കുടുംബത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറി താമസിക്കുവാനും നിർദ്ദേശിച്ചു. ഇതിനെല്ലാം അഭിജിത്ത് തയ്യാറായി. യുവതി നേരത്തെ വിവാഹിതയായിരുന്നുവെന്നും ഒരു കുട്ടിയുണ്ടെന്നും ഒടുവിലാണ് അഭിജിത്തിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞത്. വാടക കെട്ടിടം തന്റെ പേരിൽ എഴുതിത്തരണമെന്ന യുവതിയുടെ പ്രേരണയാൽ അഭിജിത്ത് ആവശ്യപ്പെട്ടുവെന്നാണ് കുടുംബം പറയുന്നത്. ഇതോടെ വിവാഹം പൂർണ്ണമായും വിലക്കി. ഇടപെട്ട വല്യച്ഛനും അഭിജിത്തിന്റെ ശത്രുവായി മാറി. അഭിജിത്ത് കൗൺസിലിംഗിന് പോയിരുന്നുവെങ്കിലും മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് മരുന്ന് കഴിച്ചില്ല എന്നാണ് അമ്മ പറയുന്നത്. എല്ലാത്തിനും കാരണം യുവതിയുടെ പ്രേരണയാണെന്നും കുടുംബം ആരോപിച്ചു. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അഭിജിത്തിനെ റിമാൻഡ് ചെയ്തു. പുതിയ CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ശക്തമായ നടപടികൾക്കൊരുങ്ങുകയാണ് എറണാകുളം നോർത്ത് പോലീസ്. കൊച്ചി. 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ച് പരസ്യ വിചാരണ, ക്രൂരമായ മർദ്ദനം, കാലിൽ കയർ കെട്ടി തല കീഴായി കെട്ടിത്തൂക്കി.
വേദന കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടും മനുഷ്യത്വമില്ലാതെ മർദ്ദനം തുടർന്നു. കൊല്ലം പുനലൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ ഹോസ്റ്റലിൽ വെച്ച് നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ച് കേട്ടാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു കൊള്ളും. കേസിൽ പുനലൂരിലെ ലിവിംഗ് വാട്ടർ ചിൽഡ്രൻസ് ഹോമിൻ്റെ വാർഡനെയും ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കുട്ടികളെ വിരട്ടാൻ വേണ്ടി കാലിൽ കയർ കെട്ടിയെന്നാണ് പ്രതികളുടെ മൊഴി. പ്രതി ലൈജുവിനെ അമിത മദ്യപാനം കാരണം ജോലിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്ന് മാനേജ്മെന്റ് പ്രതികരിച്ചു. മുപ്പതോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ലിവിംഗ് വാട്ടർ. അവധിക്കാലമായതിനാൽ ഭൂരിഭാഗം കുട്ടികളും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. 3 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ സഹോദരങ്ങളായ 2 കുട്ടികളെ മർദ്ദിച്ചു എന്നാണ് പരാതി. പാചകക്കാരന്റെ 500 രൂപ കാണാതായതിനെ തുടർന്നാണ് മർദ്ദനം. 6ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയാണ് പണമെടുത്തത് എന്നാരോപിച്ച് വാർഡനും പാചകക്കാരനും ചേർന്നാണ് മർദ്ദിച്ചത്. തുടർന്ന് രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. പാചകക്കാരൻ ലൈജു കുര്യന്റെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് കുട്ടിയെ പാചകക്കാരനും വാർഡനും ചേർന്ന് മർദ്ദിച്ചത്. തലകീഴായി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചാച്ച ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു, അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി, അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നാണ് അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാനിൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞ് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടിട്ട് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. കൊച്ചിൻ്റെ ദേഹത്ത് കാലി കെട്ടി കയറിന് പാടുണ്ടായിരുന്നു, പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. ഇതോടെ രക്ഷിതാക്കളെത്തി കുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോഴാണ് മർദ്ദന വിവരം കുട്ടി പറയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ ബോയ്സ് ഹോം വാർഡൻ ടോം, പാചകക്കാരൻ ലൈജു കുര്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പരാതിയിൽ ഉള്ള പോലെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രിൻസിന്റെ വാദം. വിരട്ടാൻ വേണ്ടി കാലിൽ കെട്ടി എന്നാണ് ലൈജു പറഞ്ഞത്. ഇയാളെ മദ്യപാനം കാരണം ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും പ്രിൻസ് പറഞ്ഞു. ഇവന്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുറ്റിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുക, പിള്ളേരെ കരച്ചിൽ കേൾക്കുക ഒന്നും ചെയ്തില്ല. കൂടെ ഉള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. ഇതിനിടെ സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ജീവനക്കാരുടെ വീഴ്ച എന്നാണ് വിശദീകരണം. ജീവനക്കാരനായ ലൈജു കുട്ടിയെ വിരട്ടിയതാണെന്നും ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും മാനേജ്മെന്റ് സമ്മതിച്ചു. തൂക്കിയില്ല, അയാൾ ചുമ്മാതെ ഒരു 500 രൂപ എങ്ങാണ്ട് പുള്ളിയുടെ പിള്ളേരെടുത്ത് പുള്ളി വിരട്ടിയത്. അപ്പൊ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഇന്നലെ നീ അവിടുന്ന് പോകേണ്ട ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹം വീട് താമസമില്ലാത്തതുകൊണ്ട് വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്നതാ. അയാളെ സ്ഥാപനത്തിൽ നിന്ന് പുള്ളിയുടെ ഇത് കഴിഞ്ഞായിരുന്നു. ഇയാൾക്ക് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇപ്പം മുമ്പോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞു വിടേണ്ട വിഷമമൊക്കെ കാണും. നമ്മളോടുള്ള ഒരു വൈരാഗ്യം കാണിച്ചതുകൂടായിരിക്കും. പോലീസ് സ്ഥലത്തെത്തി ബോയ്സ് ഹോമിന്റെ ചുമതലക്കാരുടെ മൊഴിയെടുത്തു. രാവിലെ നാട്ടുകാർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. 2.5 പതിറ്റാണ്ട് മുൻപേറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് കോഴിക്കോട് എടച്ചേരി ജമീല വധക്കേസ്. സ്വന്തം ഭാര്യയെ തലക്കടിച്ചും കഴുത്തു ഞെരിച്ചും കൊലപ്പെടുത്തിയ ശേഷം നാടുവിട്ട ഹമീദിനെ കണ്ടെത്താൻ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും 26 വർഷത്തോളം അന്വേഷണം നടത്തി. സംസ്ഥാനത്തിനകത്തും പുറത്തും തെരച്ചിൽ നടത്തിയിട്ടും യാതൊരു സൂചനയും ഉണ്ടായില്ല. അങ്ങനെ ആ കേസ് അന്വേഷണം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലായി. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇടയ്ക്കിടെ ഹമീദിനായി രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം പ്രതി പിടിയിലായിരിക്കുന്നു.
കാസർഗോഡ് ആദൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഹമീദിനെ അതിസാഹസികമായാണ് പോലീസ് വലയിലാക്കിയത്. അമ്മയുടെ കൊലയാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മക്കൾ നടത്തിയ ദീർഘനാളത്തെ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. നാടിനെ നടുക്കിയ ആ ക്രൂരത നടന്നിട്ട് 26 വർഷങ്ങൾ പിന്നിടുന്നു. സ്വന്തം ഭാര്യയെ തലയ്ക്കടിച്ചും കഴുത്തു ഞെരിച്ചും കൊലപ്പെടുത്തിയ ശേഷം നാടുവിട്ട ഹമീദ് എന്ന ക്രിമിനലിനെയാണ് പോലീസ് ഇപ്പോൾ വലയിലാക്കിയിരിക്കുന്നത്. കൃത്യത്തിനു ശേഷം കേസിൽ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ജമീലയുടെ മക്കൾ തളരാതെ നടത്തിയ പോരാട്ടം ഈ കേസിൽ നിർണായകമായി. കാസർഗോഡ് ആദൂർ സ്റ്റേഷൻ പരിധിയിൽ പേരുമാറ്റി മറ്റൊരു ജീവിതം നയിക്കുകയായിരുന്നു ഹമീദ്. അവിടെ മത്സ്യവില്പനക്കാരനായി കഴിഞ്ഞ് പോലീസിന്റെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് വരികയായിരുന്നു. ഇയാളുടെ പഴയ ഫോട്ടോ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണമാണ് ഒടുവിൽ ആദൂരിലെ ഒളിത്താവളത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഹമീദിനെ എടച്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിന് ശേഷം മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നഴ്സിംഗ് പഠനത്തിന് ശേഷം വിദേശത്ത് ജോലി സാധാരണ മലയാളി വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ സ്വപ്നമാണിത്. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ആദിത്യനെയും വലിയ പ്രതീക്ഷയോടെയാണ് കുടുംബം BSc നഴ്സിംഗിന് ബംഗളൂരുവിലെ BTL കോളേജിൽ ചേർത്തത്. എന്നാൽ അധ്യാപകരുടെ ചൂഷണവും മാനസിക പീഡനവും അവനെ വല്ലാതെ തളർത്തി. അതിൻ്റെ മനോവിഷമത്തിലാണ് ആദിത്യൻ ജീവനൊടുക്കിയത്. ബംഗളൂരു ഹോസ്റ്റൽ മുറിയിൽ മരുന്നിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കുടുംബം നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം അരുവിക്കര പോലീസിൽ പരാതി നൽകി. അതിനിടെ സന്ദീപ് എന്ന അധ്യാപകന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചുവെന്ന വിവരവും പുറത്തുവരുന്നു. ആദിത്യന്റെ മരണത്തിന് പിന്നാലെ BTL കോളേജിലെ അധ്യാപകനായ സന്ദീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടി ബാംഗ്ലൂർ ഹെബ്ബഗോഡി സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കില്ല എന്ന ആശങ്കയിലാണ് കുടുംബം. ഇതോടെയാണ് കേരളത്തിൽ കൂടി പരാതി നൽകാൻ തീരുമാനിച്ചത്. കുടുംബ പ്രശ്നമായി കേസ് തിരിച്ചുവിടാൻ ശ്രമമുണ്ടെന്നും ആദിത്യനെ പലതവണ അധ്യാപകൻ നാണം കെടുത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴാണ് പറഞ്ഞത്, ആദ്യയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്ന് എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ പിള്ളേർ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സാറ് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു
എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് നിർത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യയുടെ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ പറഞ്ഞു ചേട്ടാ ആദ്യം അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. അധ്യാപകന്റെ പീഡനം സഹിക്കവയ്യാതെ 18ഓളം വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും കോഴ്സ് നിർത്തിപ്പോയതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും കുടുംബം പുറത്തുവിട്ടു. ആ പാവത്തിന്റെ മേലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അല്ലാതെ ഒരു വഴിയില്ല. ആ പയ്യനെ നമുക്കും അറിയാവുന്ന ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവനല്ല. സന്ദീപ് അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചെന്നൊക്കെ ഞാനും അറിഞ്ഞു. ഉപദ്രവിച്ചെന്ന് ഹർഷൻ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ അയാളെ തലയെ വെച്ച് കൊടുത്തു, എന്തൊക്കെയോ ഇഷ്യൂ ആക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളും വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ ആദിത്യന്റെ മരണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ബംഗളൂരു IIM-ൽ നിന്നും മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം. പഠനത്തിന് ശേഷം 2.5 ലക്ഷം രൂപയിലേറെ മാസ ശമ്പളത്തിൽ ജോലി. അതിനിടെ പല ഉന്നതരുമായി ബന്ധം. കൊച്ചിയിലെ വൈറ്റ് കോളർ ലഹരി ഇടപാട് കേസിലെ പ്രതി കെവിനെക്കുറിച്ചുള്ള കഥകൾ അതിശയിപ്പിക്കുന്നതാണ്. കുട്ടിക്കാലം മുതൽ പഠിക്കാൻ മിടുക്കനായിരുന്ന കെവിനെ വീട്ടുകാർ ലാളിച്ചാണ് വളർത്തിയത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരിച്ചതോടെ അയാൾ ലഹരിയിലേക്ക് നീങ്ങി. പിന്നെ മയക്കുമരുന്നിൻ്റെ പ്രധാന ഡീലറായി. ബംഗളൂരു വഴി കൊച്ചിയിൽ ലഹരി എത്തിച്ച് ഡോക്ടർമാർക്കും IT ജീവനക്കാർക്കും ഉൾപ്പെടെ എത്തിച്ചു നൽകും. കെവിൻ പിടിയിലായതോടെ ഒരു യുവതി ഉൾപ്പെടുന്ന സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് സൂചന. കൊച്ചിയിലെ വൈറ്റ് കോളർ ലഹരി ഇടപാട് കേസിൽ മുഖ്യപ്രതി കെവിന്റെ ബന്ധങ്ങൾ തേടിയാണ് പോലീസിന്റെ അന്വേഷണം. പ്രതിയുടെ ഫോൺ പരിശോധനയിൽ കൊച്ചിയിലെ ചില ഡോക്ടർമാരുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. തനിക്ക് ബംഗളൂരുവിൽ നിന്നും ലഹരി കൈമാറിയിരുന്നത് ഒരു യുവതിയും സംഘവുമെന്നാണ് കെവിൻ പോലീസിന് നൽകിയ മൊഴി. ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിലാണ് കെവിന്റെ ലഹരി ഇടപാടുകൾ. ബംഗളൂരുവിലുള്ള തിരുവല്ല സ്വദേശിനി ഗീതവും സംഘവുമാണ് കെമിക്കൽ ഡ്രഗുകൾ കൈമാറുന്നതെന്നാണ് സൂചന. പ്രതി പിടിയിലാകുന്നതിന് തൊട്ട് മുൻപ് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ട്. ഗീതു ബംഗളൂരുവിൽ നിന്ന് ലഹരി തൊടുപുഴയിൽ എത്തിച്ചു നൽകും. താൻ അവിടെ എത്തി ഇത് വാങ്ങും. കൂടുതൽ പണമുണ്ടാക്കുന്നതിനാണ് ലഹരി ഇടപാടുകളിലേക്ക് തിരിഞ്ഞതെന്നും കെവിൻ മൊഴി നൽകി. മൊബൈൽ ഫോണിന്റെ കൂടുതൽ രേഖകൾ ലഭിച്ച ശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ലഹരി ഇടപാട് കേസിൽ പിടിയിലായ പ്രതി കെവിൻ പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് ലഹരിയുമായി തൃക്കാക്കര സ്വദേശി കെവിനെ പിടികൂടുന്നത്. നൈറ്റ് പാർട്ടിയിലെ പ്രധാന ഡ്രഗ് ഡീലറാണ് ഇയാളെന്നാണ് കണ്ടെത്തൽ. കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിലെ ലഹരി പാർട്ടിക്ക് ലഹരി വിതരണം ചെയ്തത് കെവിൻ എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. കഴിഞ്ഞ വർഷം മാത്രം ഇയാൾ 22 ലക്ഷം രൂപയുടെ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടെ പ്രതി തായ്ലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇയാൾ കഴിഞ്ഞ വർഷവും ഡാൻസ് ഓഫിന്റെ പിടിയിലായതാണ്. അന്ന് കെവിനൊപ്പം 3 യുവതികളാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. മലയാള സിനിമയിൽ ലഹരി ഇടപാടുകളും ഉപയോഗവും അത്ര പുതുമയുള്ള കാര്യമല്ല അല്ലേ? എന്നാൽ മയക്കുമരുന്ന് ഇടപാടുകൾ സീരിയൽ രംഗത്തേക്കും വ്യാപിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി പിടിയിലായ ആര്യനാട് സ്വദേശി പ്രശാന്ത് സിനിമ സീരിയൽ മേഖലയിലുള്ളവർക്ക് ലഹരി എത്തിക്കുന്നതിലെ പ്രധാനി എന്നാണ് വിവരം. തലസ്ഥാനത്തെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത്. ഇയാളുടെ ബന്ധങ്ങളും ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.
നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരിമരുന്നു കച്ചവടം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പ്രശാന്ത് പിടിയിലാകുന്നത്. ഇയാളുടെ പക്കൽ നിന്നും വലിയ ബാഗുകളിലായി ഒളിപ്പിച്ചിരുന്ന 10 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പ്രശാന്തിന് കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് വ്യക്തമായ സൂചനകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ വലിയൊരു ലഹരി മാഫിയ തന്നെ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ പ്രശാന്തിന് സിനിമ സീരിയൽ രംഗത്തുള്ളവരുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ മേഖലയിലെ വിതരണക്കാർക്ക് കൈമാറാനാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്ന് പ്രതി മൊഴി നൽകിയതായാണ് വിവരം. നഗരത്തിലെ പ്രമുഖ ലോഡ്ജുകളും ഷൂട്ടിംഗ് ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് ഇയാൾ ലഹരി എത്തിക്കാറുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള പ്രത്യേക ലഹരി വിരുദ്ധ സംഘം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രശാന്തിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. സിനിമ സീരിയൽ മേഖലകളിൽ വിതരണം ചെയ്യുന്നതിനു വേണ്ടി കൊണ്ടുവന്നതാണ് പിടിച്ചെടുത്ത കഞ്ചാവ് എന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. നെയ്യാറ്റിൻകര. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ പോലീസ് ജീപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുകയാണ്. സാധാരണ പോലീസ് പ്രതിക്കൂട്ടിലാകുന്ന കേസുകളിൽ വാദിയെ പ്രതിയാക്കുന്നതാണ് രീതി. വെള്ളരിക്കുണ്ടിൽ അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ രാജുവിനെ കുറ്റക്കാരനാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. ഇതോടെ പോലീസിനെതിരെ ആരോപണവുമായി സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും രംഗത്തെത്തി. സംഭവത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വ്യാഴാഴ്ച വൈകിട്ട് 7:30 മണിയോടെയാണ് വെള്ളരിക്കുണ്ട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവറായ പൊങ്ങഞ്ചാൽ കൊടിയൻകുണ്ട് ഉന്നതിയിലെ സി രാജു മരിച്ചത്. കനകപ്പള്ളിയിൽ നിന്നും വെള്ളരിക്കുണ്ട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ വന്ന പോലീസ് വാഹനം ഇടിക്കുകയായിരുന്നു. അപകടകരമായ വിധം അമിത വേഗത്തിലായിരുന്നു പോലീസ് വാഹനമെന്ന് നാട്ടുകാർ പറയുമ്പോഴും ഒരു സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ പോലീസ് ജീപ്പിലിടിക്കായിരുന്നു എന്നായിരുന്നു പോലീസ് ഭാഷ്യം. ഇത് നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. പിന്നീട് സംഭവത്തിൽ ചിറ്റാരിക്കാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഓട്ടോ കരുവാക്കി കേസ് വഴിമാറ്റുകയാണെന്ന ആരോപണം ഉയർത്തുകയാണ് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി. പോലീസിനെ ന്യായീകരിച്ചും ഓട്ടോ ഡ്രൈവറിൽ കുറ്റം ആരോപിച്ചുമുള്ള അന്വേഷണം അംഗീകരിക്കില്ല. മരിച്ച രാജുവിന്റെ കുടുംബത്തിന് ആഭ്യന്തര വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആഭ്യന്തര വകുപ്പ് സഹായിക്കണം. ആ കുടുംബത്തിന് ഒരു 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് അടിയന്തരമായിട്ട് അനുവദിക്കുകയും അദ്ദേഹത്തിന് ഇൻഷുറൻസ് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. കേസ് വഴിമാറി പോകുന്നു എന്നുള്ള ഒരറിവ് ഞങ്ങൾക്കുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കുവാൻ പാടില്ല. ആ കുടുംബത്തിന് നീതി ലഭിക്കണം. സത്യസന്ധമായി നീതിപൂർവമായ അന്വേഷണം നടത്തി രാജുവിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ആ കുടുംബത്തിന് നൽകണം. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രാജു മരിച്ചതോടെ നിസ്സഹായാവസ്ഥയിലാണ് ഭാര്യയും മക്കളും. തന്റെ ഭർത്താവിന് നീതി ലഭിക്കണമെന്നാണ് ഭാര്യയുടെ ആവശ്യം. സംഭവത്തിൽ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെയും സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെയും തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. നമ്മളൊരു ഹോട്ടലിലോ ഫ്ലാറ്റിലോ താമസിക്കുകയാണെങ്കിൽ പണം കൊടുത്ത ശേഷമാണല്ലേ ചെക്കൗട്ട് ചെയ്യുന്നത്. എന്നാൽ പണം കൊടുക്കാതെ മുങ്ങിയാലോ? കോട്ടയം വടവാതൂരിലൊരു ഫ്ലാറ്റ് ഉടമയെ കബളിപ്പിച്ചൊരു കേസിലേക്കാണ്. 2017 സംഭവം. ഇവിടെ 15 ദിവസം താമസിക്കുന്നതിനാണ് ഇന്ത്യൻ കാത്തലിക് ഫോറം നേതാവായിരുന്ന ബിനു പഴയച്ചിറ എത്തിയത്. പിന്നീട് പണത്തിനു പകരം ചെക്ക് നൽകി അയാൾ മടങ്ങി. ഫ്ലാറ്റ് ഉടമ ബിനുവിനെ ബന്ധപ്പെടാൻ നോക്കിയിട്ടും പണം കൊടുത്തില്ല. പിന്നെ കേസും കോടതിയും. ഒടുവിൽ 9 വർഷത്തിന് ശേഷം
കേസിൽ വിധി വന്നിരിക്കുന്നു. ഫ്ളാറ്റിൽ താമസിച്ച് പണം നൽകാതെ മുങ്ങിയെന്ന കേസിൽ ബിനു പഴയച്ചിറയ്ക്ക് 1 വർഷം തടവാണ് ശിക്ഷ. കോട്ടയം വടവാതൂരിലെ അബാദ് ന്യൂഡെയിൽ ഫ്ളാറ്റിൽ 15 ദിവസം താമസിച്ച ശേഷം വാടക കൊടുക്കാതെ മുങ്ങിയ കേസിലാണ് ഇന്ത്യൻ കാത്തലിക് ഫോറം മുൻ നേതാവ് ബിനു ചാക്കോ എന്ന ബിനു പഴയച്ചിറയ്ക്ക് ശിക്ഷ വിധിച്ചത്. 1 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വിധിച്ചത്. വടവാതൂർ സ്വദേശി ജിനു മാത്യുവിന്റെ പരാതിയിൽ 2017 മണർകാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മജിസ്ട്രേറ്റ് അനന്തകൃഷ്ണൻ എസ് ശിക്ഷ വിധിച്ചത്. പരാതിക്കാരന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ റോബിൻ കെ നീലിയറയാണ് കേസ് വാദിച്ചത്. വാടകത്തുകയുടെ ചെക്ക് നൽകിയ ശേഷം ബിനു ചാക്കോ മുങ്ങി നടക്കുകയായിരുന്നു. കേസിൽ ബോധപൂർവം തന്നെയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഫ്ളാറ്റിൽ താമസിക്കുന്നതിനുള്ള കരാർ എന്നിവ തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചത്. വാടക കരാർ എഴുതുന്ന സമയത്ത് കേവലം 72 രൂപ മാത്രമായിരുന്നു പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. വാടക നൽകാനുള്ള പൈസ ഇല്ലാതിരുന്നിട്ടും കരാർ എഴുതിയത് ബോധപൂർവമുള്ള തട്ടിപ്പിന് വേണ്ടിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിദിനം 35,000 രൂപ നിരക്കിൽ 52,500 രൂപയാണ് പരാതിക്കാരന് പ്രതി നഷ്ടം വരുത്തിയത് എന്ന് വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്ക സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ MBBS കോഴ്സിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. തൊഴിൽ തട്ടിപ്പ് നടത്തിയതിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ചാനൽ ചർച്ചകളിൽ സഭയെ ന്യായീകരിച്ച് അതിഥിയായി ബിനു ചാക്കോ പങ്കെടുത്തിട്ടുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിലും ബിഷപ്പിനൊപ്പമായിരുന്നു ബിനു ചാക്കോ. ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ചാലിയാർ തീരങ്ങളിലും വനമേഖലകളിലും പഴയകാലം മുതൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? നിലവിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ ഇവിടെ അനധികൃത സ്വർണ്ണ ഖനനം വ്യാപകമായി നടക്കുന്നുണ്ട്. ചാലിയാർ പുഴയിൽ മമ്പാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് മണലിൽ നിന്നും സ്വർണം വേർതിരിക്കുന്ന അനധികൃത രീതിയാണ് നടക്കാറുള്ളത്. ഇതോടെ മമ്പാട് ചാലിയാറിൽ അനധികൃത സ്വർണ്ണ ഖനന കേന്ദ്രങ്ങളിൽ പോലീസിൻ്റെ മിന്നൽ പരിശോധന നടന്നു. ഖനനത്തിന് ഉപയോഗിച്ച മോട്ടോറുകൾ, അനുബന്ധ സാമഗ്രികൾ എന്നിവ പിടിച്ചെടുത്തു. പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 6 പേരെ അറസ്റ്റ് ചെയ്തു. പുഴയിൽ 20 അടി താഴ്ചയിൽ വരെ കുഴിയെടുത്ത് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചാണ് ഖനനം നടത്തുന്നത്. കിണറുകൾ ജലവിധാനം താഴ്ന്നു വറ്റാനും പുഴഗതി മാറിയൊഴുകാനും കാരണമാകുന്നതിനാൽ പോലീസ് സ്വമേധയാ നടപടിയെടുക്കുകയായിരുന്നു. പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായതോടെ പോലീസ് സ്വമേധയാ പരിശോധനയ്ക്ക് തുനിയുകയായിരുന്നു. ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നിർദ്ദേശപ്രകാരം SI K രതീഷിന്റെ നേതൃത്വത്തിൽ 28-ന് രാത്രി 10:30 നടപടി തുടങ്ങി. 12 ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചത്. പുലർച്ചെ 5:30 വരെ 6 കേന്ദ്രങ്ങൾ പരിശോധിച്ചു. 6 മോട്ടോർ, പൈപ്പ്, കുട്ടകൾ, തൂമ്പകൾ, പെട്രോൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. പ്രതികളിൽ ചിലർ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. സർക്കാർ മുതൽ മോഷ്ടിച്ചതിന് ഭാരതീയ ന്യായ സംഹിത 305 വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ശേഷിച്ച കേന്ദ്രങ്ങളിൽ ഉടൻ പരിശോധനയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കേരളത്തിൽ ആക്രിക്കടകളുടെയും സെക്കൻഡ് സെയിൽ ഷോറൂമുകളുടെയും മറവിൽ എന്താണ് നടക്കുന്നത്? തട്ടിപ്പും വെട്ടിപ്പും നിയമവിരുദ്ധ ഇടപാടുകളും ചിലയിടങ്ങളിൽ പതിവ് കാഴ്ചയാണ്. മലപ്പുറം തിരുനാവായയിൽ ആക്രിക്കടയിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ചാക്കുകളിലായി സൂക്ഷിച്ച 1000കണക്കിന് പാക്കറ്റ് ഹാൻസും കൂൾ ലിപ്പുമാണ് പിടിച്ചെടുത്തത്. ആക്രിക്കട ഉടമയെ സഹായിയെയും പോലീസ് പിടികൂടി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
തിരുനാവായക്കടുത്ത് പട്ടനാർക്കാവ് നമ്പ്യാംകുന്നിൽ പ്രവർത്തിക്കുന്ന ആക്രിക്കടയിൽ നിന്നാണ് മറ്റ് കടകളിലേക്ക് വിതരണത്തിനായി സൂക്ഷിച്ച ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. നിരവധി ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 73,500 പാക്കറ്റ് ഹാൻസും 1,125 പാക്കറ്റ് കൂൾലിപ്പും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രിക്കട ഉടമ തെന്നല വടക്കുംപുറം തെറ്റപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫ, സഹായി മുന്നിയൂർ മാലക്കോത്ത് സുലൈമാൻ എന്നിവരെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കടയിൽ നിന്ന് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട നാസർ എന്ന മൂന്നാമനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രി സാധനങ്ങൾക്കിടയിലാണ് ലഹരി വസ്തുക്കൾ അടങ്ങിയ ചാക്കുകൾ ഒളിപ്പിച്ചിരുന്നത്. സംഘം പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. ഓടി രക്ഷപ്പെട്ട നാസറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. മദ്രസ പരിസരത്തു നിന്നാണ് ലഹരി ശേഖരം പിടികൂടിയതെന്നതിനാൽ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ 77-ാം വകുപ്പും പ്രതികൾക്കെതിരെ ചുമത്തും. 7 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. കൽപ്പകഞ്ചേരി SHO CK രാജേഷിന്റെ നിർദ്ദേശപ്രകാരം SI രാഘവൻ, ASI ദീപക്, CPOമാരായ പ്രവീൺ, ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. രാത്രി 12 മണിയോടെ തുടങ്ങിയ നടപടികൾ പുലർച്ചെ വരെ നീണ്ടു. ന്യൂസ് 18 തിരൂർ. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളും മരണവും വരെ ഉണ്ടാകുന്നത് നിത്യേന നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ തണ്ണിമത്തൻ കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചെന്ന് കേട്ടപ്പോഴേ പല സംശയങ്ങളും തോന്നി. കടുത്ത വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മോർഫിൻ എങ്ങനെയാണ് 4 പേരുടെയും ഉള്ളിൽ ചെന്നത്? മൊബൈൽ ഷോപ്പ് ഉടമയായ അബ്ദുള്ള ദൊക്കാദിയ, ഭാര്യ നസ്രിൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി ബന്ധുക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് ഇവർ തണ്ണിമത്തൻ കഴിച്ചത്. രാവിലെ 5 മണിയോടെ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരും മരിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മസ്തിഷ്കം, ഹൃദയം, കുടൽ എന്നിവയുൾപ്പെടെയുള്ള അവയവങ്ങളിലെ നിറം മാറ്റം കണ്ടെത്തി. സാധാരണ ഭക്ഷ്യവിഷബാധയേറ്റാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതോടെയാണ് മരണത്തിൽ അസ്വാഭാവികമായ മറ്റെന്തോ ഉണ്ടെന്ന സംശയം ബലപ്പെട്ടത്. അബ്ദുള്ളയ്ക്കും കുടുംബത്തിനും ആദ്യം ഛർദിയാണ് തുടങ്ങിയത്. തൊട്ടു പിന്നാലെ നാഡികൾ തളരുകയും ബോധം നശിക്കുകയുമാണ് ഉണ്ടായത്. മറ്റെന്തോ രാസവസ്തു ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ബോധക്ഷയം തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണുള്ളത്. ഭക്ഷ്യവിഷബാധയ്ക്കപ്പുറമുള്ള എന്തോ കാരണത്താലാണ് മരണമെന്നാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അബ്ദുള്ളയും കുടുംബവും അർദ്ധ അബോധാവസ്ഥയിലായിരുന്നു. രാത്രി തണ്ണിമത്തൻ കഴിച്ചെന്നും പിന്നീട് ഛർദി തുടങ്ങിയെന്നും ബന്ധുക്കളാണ് പറഞ്ഞത്. തുടർന്ന് സമീപത്തെ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം കുത്തിവയ്പ്പിന് എഴുതി നൽകി. ബോധരഹിതരാകാൻ തുടങ്ങിയതോടെ JJ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അബ്ദുള്ള ദൊക്കാദിയയുടെ ശരീരത്തിൽ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കടുത്ത വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മോർഫിൻ എങ്ങനെ ഇതിന്റെ ഉള്ളിലെത്തി എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതേതെങ്കിലും ചികിത്സയുടെ ഭാഗമായി കഴിച്ചതാണോ അതോ ബോധപൂർവം ആരെങ്കിലും നൽകിയതാണോ എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തും. ആന്തരികാവയവ പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് അധികൃതർ. വീട്ടിൽ നിന്നും ശേഖരിച്ച സാമ്പിളിൽ കൃത്രിമ കളറോ മധുരമോ ചേർത്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട്. മരിച്ചവരുടെ ആന്തരികാവയവങ്ങളുടെ നിറം മാറ്റം എന്തോ വിഷാംശം ഉള്ളിലെത്തിയതിന്റെ സൂചനയാണെന്നാണ് പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് 18 മുംബൈ.
സംസ്ഥാന സർക്കാരിൻ്റെ നികുതി ഇനത്തിൽ ഏറ്റവും വരുമാനം ലഭിക്കുന്നത് മദ്യവിൽപ്പനയിൽ നിന്നാണ്. മദ്യത്തിന് വില വർദ്ധിച്ചതോടെ പലയിടത്തും അനധികൃത മദ്യ ഇടപാടുകളും ചാരായം വാറ്റും തകൃതിയായി നടക്കുന്നുണ്ട്. ഇതോടെ എക്സൈസും പോലീസും പരിശോധനയും ശക്തമാക്കി. പാലക്കാട് കൊല്ലങ്കോട് വൻ മദ്യവേട്ടയാണ് നടന്നത്. 124 ലിറ്റർ അനധികൃത വിദേശ മദ്യവുമായി വീട്ടമ്മയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കൊല്ലങ്കോട് മാഞ്ചിറ സ്വദേശിനി ശശികല കുറേ നാളുകളായി വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയിരുന്നതായാണ് കണ്ടെത്തൽ. കൊല്ലങ്കോട് മാഞ്ചിറയിൽ താമസിക്കുന്ന മുരുകന്റെ വീട്ടിൽ വിദേശ മദ്യത്തിന്റെ അനധികൃത വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് പരിശോധന. കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ തൻസിൽ താഹയുടെ നേതൃത്വത്തിൽ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ ഇവിടെ അനധികൃതമായി നിർമ്മിച്ച 124 ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു. മുരുകന്റെ ഭാര്യ ശശികലയാണ് ഇടപാടുകൾ നടത്തിയിരുന്നതെന്നാണ് കണ്ടെത്തൽ. ശശികലയെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് അനധികൃതമായി മദ്യം വിൽക്കാൻ ഇവരെ സഹായിക്കുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീട്ടിൽ രഹസ്യാറ ഉണ്ടാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം. ശശികല 1 മാസമായി എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് വിവരം. എക്സൈസ് ഇൻസ്പെക്ടർ സിബി സിറിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചെന്താമര, പ്രിവന്റീവ് ഓഫീസർ നടേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിലാഷ്, നൌഫൽ, വിജേഷ് കുമാർ, രാധാകൃഷ്ണൻ, സംഗീത, സീനത്ത്, അഞ്ജു എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. ന്യൂസ് 18 പാലക്കാട്. കുടുംബ പ്രശ്നവും സാമ്പത്തിക ബാധ്യതയും ജോലി സമ്മർദ്ദവും ഒക്കെ കാരണം ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കുറിച്ച് കേൾക്കാറുണ്ടല്ലേ? സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നത് വളരെ സാധുക്കളും സാധാരണക്കാരുമായ മനുഷ്യരെന്നാണ് പൊതുവെ കരുതാറുള്ളത്. എന്നാൽ സമൂഹത്തിൽ ഉന്നത പദവിയിലും സാമ്പത്തികമായി വലിയ നിലയിലുമൊക്കെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒട്ടേറെ വാർത്തകളാണ് സമീപകാലത്തായി പുറത്തു വന്നത്. ഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ മരണം രാജ്യ തലസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ജഡ്ജി അമൻ കുമാർ ശർമ്മയെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇത്രയേ ഉള്ളൂന്നേ മനുഷ്യൻ്റെ കാര്യം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴും ആത്മഹത്യാ പ്രവണത തോന്നുമ്പോഴും ആരോടെങ്കിലും മനസ്സ് തുറക്കണം. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.